അങ്ങ് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ പറയുന്ന ഈ പാകിസ്ഥാൻ തീവ്രവാദികളെയാണോ ഇന്ത്യ ലക്ഷ്യമിടുന്നത്, അതോ നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിനെയാണോ? അൾട്ടിമേറ്റ്ലി ദാവൂദ് ഇബ്രാഹിം ഇസ് ദ കിങ് പിൻ ഓഫ് ടെറർ. ദുബായിലും ഗൾഫ് നാടുകളിലുമൊക്കെ വസിക്കുകയും എന്നാൽ പാകിസ്ഥാൻ സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന ആഗോള കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിം സ്വയം പൊസിഷൻ ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരനായിട്ടാണ്. പക്ഷേ പാക് ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായും ദാവൂദ് ഇബ്രാഹിമിൻ്റെ എത്രയോ ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കറാച്ചിയിൽ അധിവസിക്കുന്നു. അപ്പം ഇതൊന്നും പാകിസ്ഥാൻ പറയുന്ന അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ചിലപ്പോൾ വരും പോകും. അതുകൊണ്ട് വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. സംടൈംസ് ദേ മെസ്കുറേഡ് ആസ് എ ബിസിനസ് മാൻ, അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ. ഇതൊക്കെ ഓമന പേരുകളാണ്. പക്ഷേ ഭാരതത്തിൻ്റെ നയം വളരെ വ്യക്തമാണ്. തീവ്രവാദി തന്നെയാണ്. ഈ പോരാട്ടം ഭാരതം പാകിസ്ഥാനെതിരെ ഇപ്പോൾ നടത്തിയ നീക്കം അത് പാകിസ്ഥാൻ ജനതക്കെതിരെയല്ല, ഈവൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയല്ല, മറിച്ച് ഭീകരതയ്ക്കെതിരെയാണ്. ഭീകരതയ്ക്ക് ഒരു രാഷ്ട്രമില്ല, ഭീകരതയ്ക്ക് ഒരു മതമില്ല. ഭീകരതയാണ്. ലോകത്ത് ഏത് രാജ്യത്ത് ഭീകരത ഉണ്ടായാലും അത് അവിടെ ചെന്ന് എതിർക്കാനുള്ള ആഗോള നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഇന്ത്യ പ്രവർത്തിക്കുന്നു. കാരണം ആ ഒരു പിന്തുണയാണ് ഇന്ത്യ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഗ്ലോബൽ ടെറർ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് അൽ ഖൈദയും ഹിസ്ബുൾ മുജാഹിദീനും എല്ലാം തന്നെ. അതുകൊണ്ട് ആ നെറ്റ്വർക്ക് ഇന്ത്യയെ ബാധിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരതയ്ക്ക് നേരെ ലോകരാജ്യങ്ങൾ കണ്ണടച്ചാൽ നാളെ അവരിലേക്ക് ഭീകരത എത്തും. അങ്ങനെയാണല്ലോ അമേരിക്കയിലേക്ക് ഭീകരത എത്തിയതും 9/11 സംഭവിച്ചതും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ചിന്താ സരണി കാണാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നയമാറ്റമുണ്ടായി എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ബിൻ ലാദന്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണോ ഈ പാകിസ്ഥാൻ PM? ബിൻ ലാദനാണ് മൊറിക്കയിലൊക്കെയുള്ള ലഷ്കർ താവളങ്ങളിൽ വലിയ തോതിൽ ഫണ്ടിങ് ചെയ്ത് അതിനെ വളർത്തിയെടുത്തതിലെ ലാദൻ്റെ പങ്ക് വിസ്മരിക്കാനാവില്ല. ലാദനെ സംബന്ധിച്ചിടത്തോളം ലാദൻ ഒരു അമേരിക്കൻ നിർമ്മിതിയാണെന്ന് വേണമെങ്കിൽ പറയാം. സൗദി യമനി കണക്ഷൻസ് ഉള്ള ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശ സമയത്തെ പോരാട്ടത്തിനായി അമേരിക്ക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് എന്ന നിലയിൽ വരികയും അവിടെ ജോലി കഴിഞ്ഞതിന് ശേഷം ഹി ട്രെയിൻഡ് ഹിസ് ഗൺസ് അഗൈൻസ്റ്റ് അമേരിക്ക. അപ്പോൾ ആ രീതിയിൽ ഒരു ഭീകരനെ അത് പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്നത് പോലെയാണ്. ഭീകരനെ മടിയിൽ വെച്ച് താലോലിച്ച് വളർത്തി ആർക്കെങ്കിലും എതിരെ ഉപയോഗിക്കാം എന്ന് കരുതിയാൽ ആ ഭീകരൻ സ്വന്തം വളർത്തി വലുതാക്കിയ സ്വന്തം യജമാനെതിരെ തന്നെ തിരിയുന്ന കാഴ്ച ബിൻ ലാദൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പല കാര്യത്തിലും. ഇപ്പം ഹഫീസ് സായിദിൻ്റെ കാര്യത്തിലും അല്ല എങ്കിൽ ഈ മൗലാന മസൂദ് അസറിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും, അതായത് ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും നേതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരെ പ്രകടമായി പാകിസ്ഥാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ എന്തുകൊണ്ട് ഫെയിൽഡ് സ്റ്റേറ്റായി, എന്തുകൊണ്ട് പരാജിത രാഷ്ട്രമായി, അത് തിരക്കി പോകുമ്പോൾ തീവ്രവാദ ബന്ധമാണ്. പാകിസ്ഥാൻ ഒരു റിസോഴ്സ്ഫുൾ സ്റ്റേറ്റാണ്. പാകിസ്ഥാൻ്റെ പഞ്ചാബൊക്കെ എത്ര ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. മനോഹരമായ സ്ഥലങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അവിടെ എല്ലാ ശ്രദ്ധയും ഇന്ത്യ വിരുദ്ധതയിലേക്ക് തിരിയുകയാണ്. ഇന്ത്യക്കാണെങ്കിൽ വേറെ പണിയുണ്ട്. ഇന്ത്യ പാക് വിരുദ്ധതയിൽ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതമല്ല ഇന്ത്യക്കാർക്ക്. പക്ഷേ പാകിസ്ഥാൻ്റെ ഓരോ പൗരനും അല്ലെങ്കിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ്? നിങ്ങൾ ഇന്ത്യ വിരുദ്ധതയിൽ വളർന്നു വരിക. അപ്പം ആ ഒരു പാരഡൈം അത് പാകിസ്ഥാൻ്റെ തീവ്രവാദ സ്വഭാവം കേരളത്തിലും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരില്ല. ഇതിൻ്റെ വേരുകൾ അതാണ് ഞാൻ പറഞ്ഞത്. തീവ്രവാദത്തിന് ഒരു അതിർത്തി നിർണ്ണയിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. തീവ്രവാദം എന്ന് പറയുന്നത് മാനസിക അവസ്ഥയാണ്. ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ പോരാടുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള വേൾഡ് ഓർഡർ, ആ ഓർഡർ വിവേചനപരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പൊതുവെ നിയമം മാറി നിയമത്തിൻ്റെ മാർഗം വെടിഞ്ഞ് ആയുധങ്ങൾ എടുക്കുന്നത് അവരാണ്. അങ്ങനെ ആയുധങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും അതിനൊരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ഇൻഡോക്ട്രിനേഷൻ സാധിക്കണമെങ്കിൽ ഒരു രാജ്യത്തിനെതിരെ എന്ന് പറഞ്ഞാലൊന്നും ഒരു പക്ഷേ ഇൻഡോക്ട്രിനേറ്റഡ് ആകത്തില്ല. അതുകൊണ്ട് ഒരു മതപരമായ ചില കോണോട്ടേഷൻസ്, ഇതൊരു വിശുദ്ധ യുദ്ധമാണ്, ഹോളി വാറാണ്, ജിഹാദാണ്. അപ്പം ഈ യുദ്ധത്തിൽ നമ്മൾ മരണപ്പെട്ടാലും സ്വർഗരാജ്യം നമുക്ക് അനുഭവിക്കാനാവും. ആ രീതിയിലാണ് ഈ ഒരു ഇൻഡോക്ട്രിനേഷൻ നടക്കുന്നത്.